ജമ്മുകശ്മീർ കിഷ്ത്വാറിൽ ഓപ്പറേഷൻ ത്രാഷി തുടരുന്നു. 3 ജെയ്ഷെ മുഹമ്മദ് ഭീകരരെ വധിച്ചു. കൊല്ലപ്പെട്ടവരിൽ ജെയ്ഷെ മുഹമ്മദ് കമാൻഡറായ സൈഫുള്ളയും രാജ്യത്തെ ഭീകരാക്രമണ പദ്ധതിയിട്ട 8 ഭീകരർ പിടിയിലായത് ISI ബന്ധമുള്ളവർ. തമിഴ്നാട്ടിൽ നിന്ന് പിടിയിലായ 6 പേർ തിരുപ്പൂരിലെ വസ്ത്രനിർമ്മാണശാലകളിൽ ജോലി ചെയ്തിരുന്ന ബംഗ്ലാദേശികൾ. 2 പേർ പിടിയിലായത് പശ്ചിമ ബംഗാളിൽ നിന്ന്. തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യത്തിൽ രാഷ്ട്രീയ പോര് മുറുകുന്നു. തന്ത്രി പെരുങ്കള്ളന്മാരുടെ പട്ടികയിലെന്ന് MV ഗോവിന്ദൻ. തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് മന്ത്രിയെ രക്ഷപ്പെടുത്താനെന്ന് കോൺഗ്രസ്. തന്ത്രിയെ കേസിൽപ്പെടുത്തിയത് നടയടച്ചതിലുള്ള പകപോക്കലെന്നും MV ഗോവിന്ദന്റെ പരാമർശം നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയെന്നും PS ശ്രീധരൻപിള്ള. തന്ത്രിക്ക് ജാമ്യം നൽകിയ കോടതി ഉത്തരവിൽ അസാധാരണത്വമുണ്ടെന്ന് മന്ത്രി P രാജീവ്. തിരുവനന്തപുരം നെടുമങ്ങാട് പ്രസവത്തിനിടെ കുഞ്ഞു മരിച്ച സംഭവത്തിൽ ഡോക്ടർക്ക് ഗുരുതര വീഴ്ചയെന്ന് റിപ്പോർട്ട്. സിസേറിയൻ ചെയ്യുന്നതിൽ കാലതാമസമുണ്ടായെന്ന് കണ്ടെത്തൽ. ഡോക്ടർ ബിന്ദു സുന്ദറിനെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ച് മറ്റന്നാൾ തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ സർക്കാർ ആശുപത്രികളിലും OP ബഹിഷ്കരിക്കാൻ KGMOയെ. വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ J ഷാഹിദയെയും പ്രതി ചേർക്കും. വണ്ടാനത്തേത് ഒറ്റപ്പെട്ട സംഭവമെന്ന് MV ഗോവിന്ദൻ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് സംസ്ഥാനം. നേമത്ത് ചുവരെഴുതി BJP തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പുതുയുഗയാത്രയ്ക്കിടെ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാക്കി കോൺഗ്രസ്. സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കാൻ നാളെ ഇടതുമുന്നണി യോഗം. TVK അധ്യക്ഷൻ വിജയ് ചെന്നൈയിലെ പെരമ്പൂരിൽ മത്സരിക്കും. പ്രമേയം പാസാക്കി TVK. അവയവദാനത്തിലൂടെ 4 പേർക്ക് ജീവൻ നൽകിയ ആലിൻ ഷെറിൻ എബ്രഹാമിനെ മൻ കി ബാത്തിൽ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആലിന്റെ മാതാപിതാക്കളുടെ തീരുമാനം വിശ്വമാനവികതയുടെ സന്ദേശമെന്ന് പ്രധാനമന്ത്രി. കേരള കുംഭമേള സനാതനധർമ്മത്തിന്റെ സാക്ഷാത്കാരമെന്നും പ്രധാനമന്ത്രി. AI സമ്മേളനത്തിനിടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം രാജ്യത്തിന് അപമാനമെന്ന് നരേന്ദ്രമോദി. കോമൺവെൽത്ത് ഗെയിംസിലെ പ്രതിഷേധം മറക്കരുതെന്ന് കോൺഗ്രസ്. നിക്ഷേപ തട്ടിപ്പിലൂടെ വിവാദത്തിലായ കരുവന്നൂർ ബാങ്കിൽ CPM ഭരണം തുടരും. 10 വർഷത്തിനു ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റിലും ജയം. മത്സരം നടന്നത് CPM-ഉം BJP-യും തമ്മിൽ. കോൺഗ്രസ് ബഹിഷ്കരിച്ചു.